സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് സുപ്രധാനമായ ദിനമാണ്. നടി ആക്രമണക്കേസിൽ കോടതി ഒടുവിൽ വിധി പറയുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ എന്താണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ എന്ന കാര്യത്തിലാണ് പ്രധാനമായും തീരുമാനമുണ്ടാകുന്നത്. 3:30 സുപ്രധാനമായ വിധി കൊച്ചി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ കോടതിയിൽ സുപ്രധാനമായ ചില വാദങ്ങളൊക്കെ ഉന്നയിക്കിയിട്ടുണ്ട്. ഈ വാദങ്ങളിൽ എന്ത് നിലപാട് കോടതി എടുക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യങ്ങളിലൊക്കെ വിധി ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഒന്നാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെത്തുന്നത് എന്ന നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. അമ്മ അസുഖബാധിതയാണെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും ഒന്നാം പ്രതി പൾസർ സുനി ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു മറ്റ് പ്രതികളുടെ വാദം. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് ചില പ്രതികൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. അതിനിടെ കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് വാദത്തിനിടെ മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും കോടതിയുടെ മുന്നറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഭൂതകാലം വേണമെങ്കിൽ പരിശോധിച്ചോളൂ, പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ ആദ്യം കുറ്റക്കാരെ കണ്ടെത്തിയ വിധി വന്ന സമയത്ത് അതിനുശേഷം നടന്ന ചില പരാമർശങ്ങളടക്കം ഒരുപക്ഷെ ഇത്തരമൊരു പരാമർശത്തിന് കോടതിക്ക് കാരണമായിട്ടുണ്ടാവാം. അതുകൂടിയാവാം ആ സാഹചര്യങ്ങൾ ഇങ്ങോട്ട് പോയതിന് പ്രതീക്ഷിക്കുന്നു. വിയൂർ ജയിലിൽ നിന്നും പ്രതികളെ ഇന്ന് രാവിലെ കോടതി ചേർന്ന് തൊട്ട് പിന്നാലെ തന്നെയാണ് അവരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ വിധിയിൽ സംഭവിക്കുക. കാത്തിരിക്കുന്ന 3:30 കോടതി വിധിയിൽ ആർക്കൊക്കെ കടുത്ത ശിക്ഷകളിലേക്ക് കടക്കും, വകുപ്പുകളെല്ലാം ഏത് ചുമത്തപ്പെട്ട വകുപ്പുകൾ അനുസരിച്ചുള്ള ശിക്ഷകൾ എവിടം വരെ എത്തും എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. വിശദമായി നോക്കാം. ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് ആദ്യം ചേരുന്നുണ്ട്. ടോം, കോടതി ഇന്ന് ഈ ശിക്ഷവിധിക്ക് മുമ്പുള്ള വാദം കേൾക്കുന്നതിനിടെ ചില പരാമർശങ്ങൾ നടത്തുന്നു, ഒപ്പം പ്രോസിക്യൂഷന് പറയാനുള്ള വാദങ്ങൾ കേൾക്കുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ വിശദമായ ചില കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമാക്കാൻ കോടതി നിന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് തന്നെ താൻ വിധി പറയുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂചനയനുസരിച്ച് പൾസർ സുനിയിലേക്ക് മുഖ്യപ്രതിയിലേക്ക് വലിയ ശിക്ഷ, മറ്റു പ്രതികൾക്ക് പ്രോസിക്യൂഷൻ ചുമത്തപ്പെട്ട എല്ലാ വകുപ്പുകളും അനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടാനുള്ള സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ? കോടതി ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? സജിത്ത്, കേരളം കഴിഞ്ഞ 8.5 വർഷത്തിലധികമായി കാത്തിരുന്ന ദിവസമാണിത്. ഇനി 1.5 മണിക്കൂർ മാത്രം നീണ്ട കാത്തിരിപ്പേ ഉള്ളൂ. പൾസർ സുനി ഉൾപ്പെടെ ഈ നടിയാക്രമണ കേസിലെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പാണിത്. 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് വിധി പറയുകയാണ്. ഇന്ന് 11 മണിക്ക് ശേഷം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി തുടങ്ങിയത് മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പുമായാണ്. അതായത് തൻ്റെ ഭൂതകാലം പരിശോധിക്കാം, പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൃത്യമായും നൽകിയിട്ടുണ്ട്. കാരണം അത്ര അധികമായി ഒരു വിമർശനം കേട്ട ഒരു കേസ് കൂടിയാണിത്. കോടതിക്കെതിരെ, ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉയർന്ന ഒരു കേസ് കൂടിയാണ്. സാധാരണഗതിയിൽ ചില കേസുകളിൽ വിധി വരുമ്പോൾ ആ വിധിയെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കോടതിയെ, ജഡ്ജിയെ വ്യക്തിപരമായി പോലും വിമർശിച്ച, ജുഡീഷ്യറിയെ ചോദ്യം ചെയ്ത ഒരു കേസ് അത്തരം പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. തുടക്കം മുതൽ നമ്മൾ കണ്ട അത്തരം നാടകീയമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചൊരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലാ കോടതി സമുച്ചയം നിരവധി നാടകീയമായ സംഭവങ്ങൾക്ക്, അതായത് പൾസർ സുനിയുടെ കീഴടങ്ങൾ മുതൽ പിന്നീട് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് മുതൽ അങ്ങനെ പല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോടതി സമുച്ചയം കഴിഞ്ഞ ഈ ഡിസംബർ 8-ാം തീയതി ഉണ്ടായ ഒരു സാഹചര്യമല്ല ഇന്ന് ഈ കോടതി പരിസരത്തുള്ളത്. അന്ന് ദിലീപ് ഈ കേസിൽ പ്രതിയായിരുന്നു. ദിലീപ് 8-ാം പ്രതിയായിരുന്നു. ദിലീപിൻ്റെ വിധി എന്തെന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു. അതിനുവേണ്ടി ദിലീപിൻ്റെ ആരാധകർ നിരവധി പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കോടതിയിൽ നമുക്ക് കോടതി പരിസരത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് 6 പേർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ടു. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് ശിക്ഷ എന്നാണ് അറിയേണ്ടത്. അതിൽ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പൾസർ സുനി ഉൾപ്പെടെ, പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, അതോടൊപ്പം വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കും സമാനമായ കുറ്റകൃത്യമാണ്. 12 വകുപ്പുകൾ ഇവർക്കെതിരെ തെളിഞ്ഞിരുന്നു. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള വകുപ്പ് കൂട്ടബലാത്സംഗമാണ്. പക്ഷേ ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ കൂട്ടബലാത്സംഗമല്ല. അതായത് ബലാത്സംഗം, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണ്.
പക്ഷേ പ്രോസിക്യൂഷൻ ഇവിടെ ഉന്നയിച്ച ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം സഹായം നൽകിയവരാണ്, അതുകൊണ്ട് തന്നെ അവർക്കും തത്തുല്യമായ ശിക്ഷ നൽകണം. വളരെ വൈകാരികമായിട്ടുള്ള ചില സംഭവങ്ങൾക്കുൾപ്പെടെ ഇന്ന് കോടതി സാക്ഷ്യം വഹിച്ചു. അതായത് ചില പ്രതികൾ പൊട്ടിക്കരഞ്ഞു, ചിലർ അവരുടെ കുടുംബത്തിൽ, അത് പൾസർ സുനി പറഞ്ഞത് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, രോഗിയാണ്, മറ്റു പ്രതികൾ തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെയുള്ള വാദങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. പ്രായം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും വിധി? അഡ്വക്കേറ്റ് CN പ്രകാശ്, നമ്മുടെ നിയമകാര്യ ലേഖകൻ, ചേരുന്നുണ്ട് തത്സമയം. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഈ ഒരു കേസ് നമുക്കിനി അറിയേണ്ടത് പൾസർ സുനിക്ക് മറ്റു കൂട്ടാളികൾക്കുമുള്ള ശിക്ഷ എന്താണെന്നാണ്. കോടതി അവസാനം നൽകിയ സൂചന അനുസരിച്ച് ഇതിൽ പൾസർ സുനി മാത്രമാണ് നേരിട്ട് പങ്കെടുത്തത്, അത് ബലാത്സംഗം ചെയ്തത്. പക്ഷേ പ്രോസിക്യൂഷൻ മറ്റ് പ്രതികൾക്കും സമാനമായ ശിക്ഷ വിധിക്കണമെന്ന ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? ഇതിലേറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് 376D ആണ്. അതായത് കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നത് അക്യൂസ്ഡ് നമ്പർ 1 പൾസർ സുനിയാണ്. അതുകൊണ്ട് പൾസർ സുനിക്ക് ഈ 376D ഒഫൻസിൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് മിനിമം 20 വർഷം, മാക്സിമം ലൈഫാണ്, ജീവപര്യന്തം. അപ്പോൾ ഒന്നാം പ്രതിക്ക് ആ ശിക്ഷ ലഭിക്കണം എന്നും മറ്റു പ്രതികൾക്കും സമാനമായ ശിക്ഷ ലഭിക്കണമെന്ന് ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് നടന്ന വാദത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ A1, അതായത് അക്യൂസ് നമ്പർ 1 മാത്രമാണല്ലോ ഈ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്തിട്ടുള്ളത് എന്ന മറുചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകിയത് 120B ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ. അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒന്നാം പ്രതിക്കും ഒരേ ശിക്ഷ നൽകണമോ എന്ന കാര്യത്തിൽ കോടതി ആവർത്തിച്ച് ചോദ്യമുയർത്തി. കാരണം ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അവരുടെ സഹായം, എയ്ഡില്ലായിരുന്നു എങ്കിൽ ഒന്നാം പ്രതിക്ക് ഈ ഒഫൻസ്, ഈ കൂട്ടബലാത്സംഗം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാക്സിമം ജീവപര്യന്തം, മിനിമം 20 വർഷം ഉള്ള ഒഫൻസാണ് 376D. അതുകൊണ്ട് ഒന്നാം പ്രതിക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് 2 പ്രതികളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ജീവപര്യന്തമോ അല്ലെങ്കിൽ 20 വർഷമോ എന്ന കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ശിക്ഷാവിധി ആയി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും നടന്ന വാദങ്ങളിൽ പ്രതികൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി കോടതി ആരാഞ്ഞത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഇതിന്മേൽ സെൻറ്റൻസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്താൻ സാഹചര്യമുണ്ടായി. പ്രതികളുടെ അഭിഭാഷകർക്കും വാദങ്ങൾ ഉയർത്താനുള്ള സാഹചര്യമുണ്ടായി. ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്, അതായത് വിക്ടിമിൻ്റെ അതിജീവിതയുടെ അഭിഭാഷകർ ആരും തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. 3:30 ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം ഉണ്ടാകും. വൈകിട്ടോടുകൂടി ഇതിൻ്റെ വിധിയുടെ പകർപ്പ് പൂർണ്ണമായും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും, അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകും. അതിനുശേഷം ഈ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികൾ അതിവൈകാരികമായി തന്നെയാണ് കോടതിയിൽ 2-3 പ്രതികൾ വൈകാരികമായി തന്നെ സംസാരിച്ചു, പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. രണ്ടാം പ്രതി മാർട്ടിനും ഒപ്പം തന്നെ 6ാം പ്രതി പ്രദീപും പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. 4ാം പ്രതി വിജേഷ് തന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്ന് തൻ്റെ സ്വദേശം തലശ്ശേരിയാണ്. പ്രധാനമായും പ്രതികൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് തങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധമില്ല, ഗൂഢാലോചനയിൽ ബന്ധമില്ല, തങ്ങൾ നിരപരാധിയാണ് എന്ന് പറയാനാണ് മിക്ക പ്രതികളും ശ്രമിച്ചത്. ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിലെ പശ്ചാത്തലം, പൾസർ സുനി തനിക്ക് അമ്മ മാത്രമാണ് ഉള്ളത്, അമ്മയ്ക്ക് വെർട്ടിഗോ അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് അമ്മയെ പരിപാലിക്കേണ്ടതുണ്ട് എന്നടക്കം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ശിക്ഷാ കാലാവധി കഴിയുന്നത്ര കുറയ്ക്കണം എന്ന ആവശ്യവും പ്രധാനമായും മുന്നോട്ട് വെച്ചു. ഈ പൾസർ സുനിയുടെ ഈ സമാനമായ ശിക്ഷ വേണമോ എന്ന ചോദ്യത്തിനൊപ്പം തന്നെ ഈ പ്രതികളുടെ മുൻകാല പ്രവൃത്തി, ചെയ്തികൾ, ആൻറ്റിസിഡൻസ്, അത് പരിശോധിക്കപ്പെടണം എന്ന ഒരു ആവശ്യം കൂടി അതുകൂടി പരിഗണിച്ചായിരിക്കും സ്വാഭാവികമായും ശിക്ഷ വിധിക്കുക. അങ്ങനെ ഒരു കുറ്റവാസനയുള്ള, ഒരു നിരന്തരം കുറ്റവാളി സ്വഭാവമുള്ള ഒരു വ്യക്തിയാണോ ഈ പ്രതികൾ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധന വേളയിൽ പൾസർ സുനിക്കെതിരെ 2 കേസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ഒപ്പം തന്നെ ആ 2 കേസിലും പൾസർ സുനിയെ വെറുതെ വിട്ടതാണ് എന്ന വാദവും ഉയർത്തി. എന്നാൽ പ്രോസിക്യൂഷൻ ഒരു കേസിൽ ഇപ്പോഴും വെറുതെ വിട്ടിട്ടില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ആ കാര്യത്തിൽ കൂടുതൽ ആ കാര്യങ്ങൾ കൂടുതൽ
അതാണ് കാരണം ഈ കേസിൽ ഈ പൾസർ സുനി അന്ന് പിടിക്കപ്പെടുമ്പോൾ കോടതി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അയാളുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ, അയാളുമായി ബന്ധമുള്ള നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ തെളിവുകളടക്കം അന്ന് പോലീസ് കണ്ടെടുത്തതാണ്. അതുൾപ്പെടെ ഇന്നിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ ഈ പ്രതികൾക്ക് മനപരിവർത്തനത്തിനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് കോടതി തേടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ കേസിലും കേസിൻ്റെ ഈ വാദത്തിനിടയിലും കോടതി അത്തരമൊരു സാധ്യത തേടിയിരുന്നു. അങ്ങനെ ഒരു പരിഗണന നൽകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഈ പൾസർ സുനിയെപ്പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് അത്തരമൊരു പരിഗണന നൽകേണ്ട കാര്യമുണ്ടോ? ഈ സ്ഥിരം കുറ്റവാളികളാണ് എങ്കിൽ അവർക്കുള്ള ശിക്ഷയുടെ ഗ്രേവ്, ആ ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൻറ്റിസിഡൻസ് ഉണ്ടോ പ്രതികൾക്ക് എന്ന പരിശോധന ഉണ്ടായത്. ഇതിൽ പൾസർ സുനിയുടെ കാര്യത്തിൽ 2 കേസുകൾ മുൻപ് ഉണ്ടായിരുന്നു എന്നും 5.5 വർഷം മുമ്പ് വേറൊരു കേസുണ്ടായി എന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി. എന്നാൽ ആ 2 കേസുകളും അക്വിറ്റ് ചെയ്താണ്, കുറ്റവിമുക്തനാക്കിയ കേസുകളാണ് എന്നാണ് കോടതി പറഞ്ഞത്. ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മുൻകാല മറ്റ് പ്രതികൾക്ക് അങ്ങനെ ആൻറ്റിസിഡൻസ് ഇല്ല, പെറ്റി കേസ് പോലും ഇല്ലാത്ത പ്രതികൾ പോലും ഉണ്ട് എന്ന് പ്രതികൾ തന്നെ തങ്ങൾക്കെതിരെ പെറ്റി കേസ് പോലും ഇല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷയുണ്ടാകുമോ, അതോ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട 1-ാം പ്രതിക്ക് മാത്രം കടുത്ത ശിക്ഷയും മറ്റുള്ളവർക്ക് ശിക്ഷയിൽ ചില ഇളവുകൾ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിനെ തുടക്കം മുതൽ തന്നെ താരതമ്യം ചെയ്തപ്പോൾ, അതായത് ഡൽഹിയിലെ നിർഭയ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കാരണം അവിടെയും വാഹനത്തിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തതാണ്. പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പ്രധാനമായി ഉന്നയിച്ചൊരു കാര്യം ഇതാണ്: നിർഭയ കേസ് പോലെ ഇതിനെ കാണരുത്, ആ രീതിയിൽ ഇതിനെ താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ, ജീവപര്യന്ത ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവിത അവസാനം വരെയുള്ള ശിക്ഷയാണോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷനും ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം അങ്ങനെ ഒരു ഈ നിർഭയ കേസിന് സമാനമായ രീതിയിൽ കോടതി ഈ കേസിനെ കാണുന്നത്? അത് ഒന്ന്, പൾസർ സുനിയുടെ അഭിഭാഷകനാണ് താരതമ്യ കേസിൻ്റെ അത്ര കാഠിന്യമുള്ള ഒരു കുറ്റകൃത്യമല്ല ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിർഭയ കേസുമായി ഈ കേസിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വാദം പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. നിർഭയ കേസിൻ്റെ അത്ര ഗ്രാവിറ്റി, അത്ര കാഠിന്യം ഈ കേസിനില്ല എന്നും, രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് എന്ന കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. മറ്റൊന്നത്, ഒരു സമീപകാലത്തായിട്ട് മുന്നോട്ട് വന്ന റിഫോർമേഷൻ തിയറി, അതായത് കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ റിഫോർമേഷൻ തിയറി അഡോപ്റ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം, ഒരു പുരോഗമന സൊസൈറ്റി അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ട് കുറ്റവാളികളെ മനപരിവർത്തനത്തിനും കുറ്റവാസനയിൽ നിന്നും മാറ്റി നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു കാലയളവിലാണ് ശിക്ഷ നൽകേണ്ടത്. അതല്ലാതെ കഠിനമായ ശിക്ഷ നൽകി കുറ്റവാളിയെ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു റിഫോർമേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി. ആ കാര്യത്തിൽ നിലപാട് എന്താണെന്ന് പ്രോസിക്യൂഷനോട് ജഡ്ജി പലകുറി ചോദിച്ചു റിഫോർമേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. പക്ഷേ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് എല്ലാ കുറ്റവാളികൾക്കും കഠിനമായ ഏറ്റവും മാക്സിമം ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത്. പൊതുസമൂഹം ആഗ്രഹിക്കുന്നൊരു ശിക്ഷയും അതുതന്നെയാണ്, കാരണം ഒരു വിധിയും അതുതന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലൊരു താക്കീതാകണം, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ള താക്കീതാകണം ഈ കേസിലെ ശിക്ഷയെന്ന്. പക്ഷെ അവിടെ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്: അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടിയാണോ വിധി എഴുതേണ്ടതെന്ന്. അഡ്വക്കേറ്റ് CM പ്രകാശ്, നമുക്കറിയാം ഈ കേസിൽ കഴിഞ്ഞ 8-ാം തീയതി വിധി പറഞ്ഞപ്പോൾ, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയർന്നതാണ്. അതായത് ദിലീപ് കേസിൽ കുറ്റക്കാരനാകുമെന്നും ദിലീപിന് ശിക്ഷ ലഭിക്കുമെന്നൊക്കെ ചിലർ മുൻകൂട്ടി കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. അവർക്ക് ആ പൊതുബോധത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തകൾക്ക് അതീതമായി, അല്ലെങ്കിൽ വ്യത്യസ്തമായി കോടതി വിധി പറയുന്നു. അവിടെയാണ് കോടതി വിമർശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ വിധിയെ പോലും വിമർശനം ഉന്നയിക്കേണ്ടി വന്നത്. പക്ഷെ കോടതി ചോദിച്ചൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ, ഈ സൊസൈറ്റിക്ക് വേണ്ടിയാണോ വിധി പറയേണ്ടതെന്നത്? തീർച്ചയായും ഈ കേസിൽ കഴിഞ്ഞ 8 വർഷം മുമ്പ് നടന്ന കുറ്റകൃത്യമാണ്. കഴിഞ്ഞ 7 വർഷമായി നടന്ന വിചാരണ നടപടികളാണ്. അതിനുശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ്, ഡിസംബർ 8-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി ഉണ്ടായത്. ആ അന്തിമ വിധിയിൽ 8-ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമുക്തനാക്കിയത് മുതലാണ് കോടതി നടപടികളെ വിമർശിച്ചത്. കോടതി നടപടികളെ, ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാൻ ജനാധിപത്യ സമൂഹത്തിൽ അതിന് എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ് 19(1)A അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷേ അത് ഏത് പരിധി വരെ ആകാം എന്നത് സംബന്ധിച്ച് സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ നിയമവൃത്തങ്ങൾക്കോ പൊതുരാഷ്ട്രീയ പൊതു സാമൂഹ്യ ബോധത്തിനോ ഒന്നും ഒരു സമാനതകളില്ലാത്ത ഒരു വിമർശനമാണ് കോടതിയുടെ അന്തിമ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒപ്പം തന്നെ ജഡ്ജിക്കെതിരെ വ്യക്തിപരമായി പോലും ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ചില മുന്നറിയിപ്പുകൾ, ചില താക്കീതുകൾ നൽകി. മാധ്യമങ്ങളായാലും അഭിഭാഷകരായാലും ഈ കോടതിയെ, നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തുന്നതിൽ സുപ്രീം കോടതി നിബു സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. അത് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. കോടതിയെ വിമർശിക്കുന്നതിൽ, ഒപ്പം തന്നെ കേസ് നടപടിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിലടക്കം മാധ്യമങ്ങളും അഭിഭാഷകരും അത് ശ്രദ്ധിക്കണം, ആ ഡെക്കോറം കീപ്പ് ചെയ്യണം എന്ന ഒരു താക്കീത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ടായി. ഏതായാലും സൊസൈറ്റിക്ക് വേണ്ടിയല്ല സൊസൈറ്റിയുടെ ഒരു ട്രെൻഡിനനുസരിച്ചല്ല കോടതി വിധി പറയേണ്ടത് എന്നും വാക്കാൽ കോടതി പരാമർശിച്ചു. സൊസൈറ്റിക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്നതായിരിക്കണം കോടതി വിധി എന്നുകൂടി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർക്കലുണ്ടായി. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. കാരണം കഴിഞ്ഞ 1.5 മണിക്കൂറോളം 11:30 മുതൽ ഏകദേശം 1 മണി വരെയും നീണ്ടുനിന്ന ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൻ്റെ പൂർണ്ണമായി ആ വാദം കേട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് CN പ്രകാശ്. എന്തൊക്കെയാണെന്ന് കോടതിയിൽ സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി അറിയണം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഈ കേസ് തുടക്കം മുതൽ, അതായത് 2017 ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. അന്ന് മുതൽ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഡാനി. വലിയ നാടകീയമായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കേസാണ്. പല അട്ടിമറികളും ഉണ്ടായി. ഒരുപക്ഷെ ഇന്ന് ഈ 3:30 വിധി വരുമ്പോൾ പൊതുവെ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു ശക്തമായ താക്കീതാകണം. ഈ ഇതുപോലെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാകണം ഈ വിധിയെന്ന് പ്രോസിക്യൂഷനും അതാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടെ പ്രോസിക്യൂഷൻ്റെ വാദം കേട്ടു, പ്രതിഭാഗത്തിൻ്റെ വാദം കേട്ടു. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായില്ല. പക്ഷേ അതിന് മുൻപ് ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് അഡ്വക്കേറ്റ് TB മിനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് അവർ ഒരു നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ അവർ ഹാജരാകാതിരുന്നതും അത്തരം ഒരു പരിഭവം കൊണ്ടായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ തന്നെ, ഒരു പക്ഷേ എന്നല്ല, അങ്ങനെ തന്നെ കാണേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം നേരത്തെ അല്പം മുമ്പ് അവർ അവിടുന്ന് സംസാരിക്കുമ്പോൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അഡ്വക്കേറ്റ് TB മിനി നടത്തിയ കാര്യങ്ങളും ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ടോം ചോദിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഈ ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അത്രയും തന്നെ ഈ വിചാരണ വേളയിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻസിനൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കുന്നു എന്നത് ഇത് ശ്രദ്ധിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് തീർച്ചയായും തന്നെ ഒരു നടിക്കെതിരായ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കേസ്, അതിൽ ഇരയാകുന്നത് ഒരു നടിയാണ്, അതിൽ പ്രതിയാകുന്നത് ഒരു നടൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് വളരെ പോപ്പുലാരിറ്റിയുള്ള 2 പേര് വരും. സ്വാഭാവികമായും അതിൻ്റെ ഈ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ചുള്ളൊരു കാരണങ്ങൾ ജനം തിരക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ഒരു അപ്ഡേഷൻസിനെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇത് നടന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളത് ഒരു കൊട്ടേഷൻ രീതിയിലുള്ള ഒരു ബലാത്സംഗ കേസ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിൽ വാദങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഒടുവിൽ ഇവിടെ നിന്ന് പറയുന്ന ഒരവസ്ഥ, താൻ ഏതാണ്ട് പരാജയം സംബന്ധിച്ചു എന്ന രീതിയിൽ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ്. കാരണം ചില കേസുകൾ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ താൻ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു. 100% തനിക്ക് വിശ്വാസമുണ്ട്. താൻ ഉന്നയിച്ച കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ളതാണ്, വസ്തുതകളാണ് താൻ കൊണ്ടുവന്നത്. ഇതിൽ വിട്ടയച്ചവരെല്ലാം തന്നെ ഇതിൽ പ്രതികളാണ്. ഇതിൽ കൃത്യമായും ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കുറ്റകരമായ രീതിയിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിലെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ
എന്തുകൊണ്ട് അത് തെളിയിക്കപ്പെടാതെ പോയി എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കോടതിയുടെ വിധിയിൽ ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് പ്രോസിക്യൂഷൻ ഭാഗം പരാജയപ്പെട്ടത്, അവരുടെ സ്റ്റോറി എന്തുകൊണ്ട് നിലനിന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിജീവിതയ്ക്ക് കോടതി മുറികളിൽ നിന്ന്, വിചാരണയിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുണ്ട്. ഇത് താൻ വ്യക്തമാക്കാൻ നാളെ ഇപ്പോൾ ഇതുവരെ സാധിക്കില്ല. ഇന്ന് വരെ അവരുടെ വക്കാലത്തുണ്ട്. ഈ കേസ് വിധി പറയുന്നതോടെ ആ വക്കാലത്ത് തീരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തനിക്ക് ഈ വക്കാലത്തിൻ്റെ ബാധ്യതയില്ല, ഭാരിച്ച ചുമതലയില്ല. അതുകൊണ്ട് താനിത് തുറന്നു പറയും വരും ദിവസങ്ങളിൽ എന്നതാണ് അവരൊരു നിലപാട്. എന്തായാലും സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകളിലേക്ക് അതിജീവിതയുടെ ഒരു അഭിഭാഷക കടന്നേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ടോം, അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ അതിജീവിതയുടെ അഭിഭാഷക തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഈ കോടതിയിൽ ഇനി 1 മണിക്കൂറത്തെ മാത്രം കാത്തിരിപ്പാണ്. കൃത്യം 3:30 വിധി വരും. നമുക്കറിയാം, ഈ ഡിസംബർ 8 ഈ കേസിൽ വിധി പറഞ്ഞപ്പോൾ ഈ ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു അത്രയധികം ജനനിബിഡമായിരുന്നു ഈ കോടതി പരിസരമെങ്കിൽ ഇന്ന് സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം അന്ന് ദിലീപിൻ്റെ വിധി എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ദിലീപിനെ കുറ്റക്കാരെന്ന് വിധിക്കുമോ? ഇപ്പം ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇവിടെ ഈ ഒരു കേസ്, കാരണം ഇന്ന് നമ്മൾ ഡിസംബർ 8 വിധി വരുമ്പോൾ അന്ന് ദിലീപിനെ കുറ്റക്കാരെന്ന് കണ്ടെത്തുമോ, ദിലീപ് ഇന്ന് ശിക്ഷ വിധിക്കുമോ എന്നറിയാനുള്ളൊരു കാത്തിരിപ്പായിരുന്നുവെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നിവിടെ. അന്ന് മാധ്യമങ്ങൾ, നിരവധി മാധ്യമപ്രവർത്തകർ, ദിലീപിൻ്റെ ആരാധകർ, പൊതുജനങ്ങൾ, അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പൾസർ സുനി, കാരണം പൾസർ സുനി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്, പക്ഷേ പൾസർ സുനിക്കും തുല്യമായിട്ടുള്ള ശിക്ഷ മറ്റു പ്രതികൾക്ക് ലഭിക്കുമോ, അതാണ് അറിയേണ്ടത്. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. എന്ത് പ്രതീക്ഷിക്കാം? പൾസർ സുനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജഡ്ജിന്റെ ഒരു പരാമർശവും അങ്ങനെ തന്നെയാണ്. ഈ ബലാത്സംഗ കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളെന്ന് പറയുന്ന ഇത് പൾസർ സുനിയാണെന്ന് ജഡ്ജ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റു പ്രതികൾ, അവർക്കും ഈ വലിയ ശിക്ഷ നൽകണോ എന്നൊരു ചോദ്യം കൂടി ജഡ്ജ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തുന്നത് എന്നൊരു പ്രോസിക്യൂഷൻ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കെടുക്കുമ്പോൾ ഈ പൾസർ സുനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഇതിനെ എങ്ങനെ അതിനെ കൂടുതൽ ആ ശിക്ഷാവിധിയിൽ നിന്നും കുറയ്ക്കാം എന്നുള്ളൊരു സാഹചര്യം കൂടി ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിഭാഗം വക്കീല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയോട് പൾസർ സുനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് വേട്ടേകോ അസുഖമുള്ള ആളാണ്, അത്തരത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞും കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുമാണ് എല്ലാ പ്രതികളും 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികളും അത്തരത്തിൽ തങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, താൻ മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാദമുഖം മുന്നോട്ട് വെച്ചതും. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിനെ എത്രത്തോളം ഈ ശിക്ഷ കുറയ്ക്കാമെന്നൊരു സാഹചര്യം മാത്രമായിരിക്കും പ്രതിഭാഗത്തിന്റെ ഏറ്റവും ഇത് വരുന്നതും അങ്ങനെയാണ്. പക്ഷേ ബലാത്സംഗ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. 1-ാം പ്രതിയെ തന്നെയാണ്, നേരിട്ട് തന്നെയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യവും കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 120D തന്നെയാണ് അതിൽ വരുന്നത്. അതിന് ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തവുമാണ്. ഒരു പക്ഷേ അതിന് ഈ 7.5 കാലം നമുക്കറിയാം വിചാരണ ഘട്ടത്തില് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു അത് ജീവിതാവസാനം വരെയുള്ള ശിക്ഷയാണോ എന്ന്. അക്കാര്യത്തിലാണ് നമുക്കൊന്ന് അറിയേണ്ടത്. കാരണം ഈ പൾസർ സുനിയെപ്പോലെ ഒരു കൊടും കുറ്റവാളി, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി, ഇയാൾ പുറത്തിറങ്ങി നടക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് തന്നെ, സ്ത്രീകളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല, നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മിനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ഒരുപക്ഷെ അതിജീവിതയ്ക്ക് ഭീഷണി ഉണ്ടാകാം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഭീഷണി ഉണ്ടാകാം. കാരണം അങ്ങനെ ഒരു കൊടും ക്രിമിനലാണ്. അയാൾ ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കണം, അല്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഇവര് ജഡ്ജ് തന്നെ പറയുന്നുണ്ട് അതിന് പരമാവധി അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കണം, എന്നിട്ട് വേണം ശിക്ഷ വിധിക്കാൻ. ഇതിൽ 2-ാം പ്രതിയായാലും 3-ാം പ്രതിയായാലും അവർക്ക് മുൻപ് പെറ്റി കേസുകൾ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ പൾസർ സുനി മുൻപും കേസുകളിൽ പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തരം ഈ പറയുന്നത് പോലെ തന്നെ കൊട്ടേഷൻ അനുസരിച്ച് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സ്ത്രീകളെ സെറ്റുകളിലൊക്കെ, സിനിമാ സെറ്റുകളിലൊക്കെ തന്നെ പല സ്ത്രീകൾ
പ്രതികൾക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലം കൂടി പൾസർ സുനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ പരമാവധി ശിക്ഷയിലേക്ക് പോകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതേസമയം വിചാരണ തടവുകാരനായിരുന്ന സമയത്ത് 7.5 വർഷക്കാലം പൾസർ സുനി തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടായിരിക്കും ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി വരുന്നത് എന്നൊരു കാര്യമുണ്ട്. പക്ഷെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. ഈ 6 പ്രതികൾക്കും ശിക്ഷ നൽകണമെന്ന് തന്നെയാണ്, അതായത് തുല്യ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. അങ്ങനെ തന്നെയാണ്. കാരണം പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോഴും ആ 1-ാം പ്രതി മാത്രമേ ബലാത്സംഗം ചെയ്തു എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യത്തിലും 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ഈ കൊട്ടേഷൻ പ്രകാരം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു പ്രൊസീജിയറാണ് നടന്നത്. അപ്പൊ അതിന് ഈ ഓടുന്ന വാഹനത്തിലാണ്, ട്രാവലറിലാണ്, നമുക്കറിയാം. ഇതിലെല്ലാം കൊട്ടേഷൻ പ്രകാരമുള്ള കൂട്ടബലാത്സംഗം, അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോടതിയിൽ തെളിയിക്കപ്പെട്ടത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരുടെ ഗൂഢാലോചന മാത്രമാണ്. 12 വകുപ്പുകളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് ഈ കേസിൻ്റെ, അതായത് നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട ഒരു ക്ലൈമാക്സ് ഇന്നിവിടെ സംഭവിക്കും. അതായത് 3:30 വിധി വരുമ്പോൾ. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തുടങ്ങും. അഡ്വക്കേറ്റ് TB മിനി സൂചിപ്പിച്ചിട്ടുണ്ട്, നാളെ താൻ ഈ അതിജീവിതയുടെ അഭിഭാഷകയല്ല, നാളെ മുതൽ അഡ്വക്കേറ്റ് TB മിനി ആയിരിക്കും. പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട്, തുറന്നു പറയാനുണ്ട്. അതോടൊപ്പം പ്രോസിക്യൂഷൻ്റെ നീക്കങ്ങൾ അറിയണം, ദിലീപിൻ്റെ നീക്കം അറിയണം. ദിലീപ് പറഞ്ഞു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ദിലീപും നിയമ നടപടികൾ സ്വീകരിക്കും. ഇന്ന് കോടതിയിൽ നിന്നും ആ വിധിപ്പകർപ്പ് പുറത്തു വരാനുള്ള കാത്തിരിപ്പാണ്. കാരണം എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്ന് അറിയണം, എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചത്, അട്ടിമറികൾ എവിടെയാണ് സംഭവിച്ചത്, പ്രോസിക്യൂഷൻ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ അറിയാൻ കഴിയും, അല്ലേ? തീർച്ചയായിട്ടും. അതിനുശേഷമായിരിക്കും ഈ അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള, അതായത് അപെക്സ് കോടതികളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഗൂഢാലോചനയുണ്ട്, അതും ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയത്, പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ജഡ്ജി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ടോം റിഫർമേറ്ററി തിയറി പരിഗണിച്ചുകൂടെ എന്നൊരു സാഹചര്യം ജഡ്ജി ചോദിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ റിഫർമേറ്ററി തിയറിക്ക് ഉള്ള സാധ്യത കൂടി പരിശോധിക്കണമെന്ന് കൂടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അഭിപ്രായമാണ് പ്രോസിക്യൂട്ടറോട് പ്രധാനമായിട്ടും ജഡ്ജി ചോദിച്ചത്. റിഫർമേറ്ററി തിയറി എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ ജഡ്ജ്മെന്റിൽ വരുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ചും പ്രതികളെ, അതായത് അവരുടെ മുൻകാല പ്രാബല്യം, മുൻപ് ചിലപ്പോൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ നല്ല നടപ്പിന് വിടുക, അതല്ലെങ്കിൽ സമൂഹത്തിന് പറ്റുന്ന ഒരു പൌരനാക്കി മാറ്റുക, ശിക്ഷാവിധി വേദനിപ്പിക്കുന്ന ശിക്ഷകൾ നൽകുന്നതിന് പകരം മറ്റ് കൌൺസിലിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിയിട്ട് അവരെ കൂടുതൽ സമൂഹത്തിന് നൽകുന്ന ഒരു പൌരനാക്കി മാറ്റുക എന്നുള്ള നീക്കത്തിലേക്ക് പൊയ്ക്കൂടെ എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലും അതല്ല, കൂട്ടബലാത്സംഗം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറപ്പിക്കുകയാണ്. അത് തന്നെയാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത്. കാരണം 2 മുതൽ 6 വരെ പ്രതികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇല്ല, കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല എന്ന് പറയുമ്പോഴും അത് ആ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായ നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതും പ്രത്യേകിച്ചും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഈ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് തന്നെയാണ്. ഇത് കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. ഭാവിയിൽ ഇത്തരം കേസുകൾ, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടെ എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സൊസൈറ്റിക്ക് വേണ്ടിയാണോ ജഡ്ജ്മെന്റ് എഴുതേണ്ടത് എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് നേരത്തെ ഡാനി പോളും അഡ്വക്കേറ്റ് CN പ്രകാശുമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് കോടതിയിൽ സംഭവിച്ച കഴിഞ്ഞ 1.5 മണിക്കൂറുള്ള, അതായത് 11:30 മുതൽ 1 മണി വരെയും കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. പല വികാരനിർഭരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ്. കാരണം പ്രതികൾ പൊട്ടിക്കരഞ്ഞു, തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, കുടുംബാംഗങ്ങളെക്കുറിച്ച്. പൾസർ സുനി പറഞ്ഞ കാര്യം തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശിക്ഷയിന്മേൽ പരമാവധി ഇളവ് നൽകണമെന്ന ആവശ്യമൊക്കെ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതുപോലെ ഇതൊരു താക്കീതാകണം. ഈ ശിക്ഷ, അതായത് നടിയാക്രമണ കേസിലെ ശിക്ഷ വരുമ്പോൾ ഇനി ഒരു സ്ത്രീക്ക് നേരെയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും താക്കീതുമാകണം ഈ ശിക്ഷയെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പാലായിലേക്കാണ്. കോട്ടയം പാലായിൽ
യുവാവിനെ കുത്തിക്കൊന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി വിപുനെയാണ് സുഹൃത്ത് ബിനീഷ് കൊലപ്പെടുത്തിയത്. ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിനീഷിന്റെ കാമുകിക്ക് ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി സന്ദേശം അയച്ചതാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. രാവിലെ ഞെട്ടിക്കുന്ന വാർത്ത വന്നത് പാലായിൽ നിന്നാണ്. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ സംഭവം? പോലീസിന്റെ വിശദീകരണവും ഇങ്ങനെ തന്നെയാണോ? സുഹൃത്തുക്കൾക്കിടയിലുള്ള തർക്കം, കാമുകിക്ക് മെസ്സേജ് അയച്ചു എന്ന ഒറ്റ കാരണമാണോ ഈ കൊലയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊലപാതകം ചെയ്ത ബിനീഷിന്റെ മൊഴി അങ്ങനെയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാല നഗരത്തിൽ തന്നെയാണ്. അതായത് പാല നഗരത്തിലെ മുരിക്കുംപുഴയിലാണ് ഈ രണ്ടുപേരും, ബിനീഷും ഒപ്പം തന്നെ വിപിനും താമസിച്ചിരുന്നത്. ഇവർ പാലയിൽ ഒരു വീടിന്റെ പണി ചെയ്യുന്നതിന് ചില വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അവിടെ താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ജോലി ഏതാണ്ട് പൂർത്തിയായതാണ്. ഇന്ന് ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുകൾ അടക്കമുള്ളതാണ്. ഇതിന്റെ ഭാഗമായി, പണിയൊക്കെ പൂർത്തിയായതിന്റെ ഭാഗമായി ചില സൽക്കാരങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മദ്യം കഴിച്ചിരുന്നു ഇരുവരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ മദ്യലഹരിയിലാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിലെ വിപിൻ ബിനീഷിന്റെ കാമുകിക്ക് ചില വിവരങ്ങൾ മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ പറയുന്നത് ഈ ബിനീഷിന് മറ്റു ചില ബന്ധങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്നാണ് പറയുന്നത്. ഇതിലാണ് പ്രകോപനം പൂണ്ടാണ് വിപിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. കറിക്കത്തിക്കാണ് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ താമസിച്ചിരുന്ന ഈ വീടിന് മുന്നിലുള്ള റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്തും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരും വിവരമറിഞ്ഞു ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് വിപിനെ ആശുപത്രിയിൽ, പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ ബിനീഷ് വിപിൻ മരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയാതെ തന്നെ ആശുപത്രിയിൽ, വിപിനും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ബിനീഷാനും പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ബിനീഷും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇയാൾ മരണപ്പെട്ടു എന്നറിയുകയും അപ്പോൾ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആലപ്പുഴ കളർകോട് സ്വദേശിയാണ് വിപിൻ, അവിടെ തന്നെയുള്ള ആളാണ് ഈ ബിനീഷ്. ആലപ്പുഴക്കാരൻ തന്നെയാണ് ബിനീഷ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം തന്നെ കൊടുത്തിരിക്കുകയാണ്. വിപിനെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് പോലീസ്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഈ എന്തെങ്കിലും ലഹരി ഉപയോഗമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാരണങ്ങളോ ഈ കൊലപാതകത്തിന് ഇടവെച്ചു, അങ്ങനെ സൂചനകൾ എന്തെങ്കിലും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? മദ്യം കഴിച്ചിരുന്നു, മറ്റ് ലഹരികൾ എന്തെങ്കിലും കഴിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഉപയോഗിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഇവർ ഈ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ മദ്യക്കുപ്പികളും മറ്റും ലഭിച്ചിരുന്നു. ഈ വീട്, പുതിയതായി പണി കഴിപ്പിക്കുന്ന വീട് കുറച്ച് അകലെയാണ്. ആ വീട്ടിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചില സൽക്കാരങ്ങളൊക്കെ ഇന്നലെ നടക്കുകയും ചെയ്തിരുന്നു. ജോലിക്കാർക്ക്, പണിയെടുത്തവർക്ക് അങ്ങനെ ഭക്ഷണവും മദ്യവും ഒക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് വീട്ടുകാർ തന്നെ കൊടുത്തതാണോ അതോ ഇവർ തന്നെ വാങ്ങി കഴിച്ചതാണോ എന്നതിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത്. മദ്യലഹരിയിൽ തന്നെയാണ് ഈ വിപിനെതിരെ ഈ അതിക്രമം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ വിപിൻ ഇങ്ങനെ മെസ്സേജ് അയച്ചത് വിപിന്റെ ഫോണിൽ നിന്ന് തന്നെ ബിനീഷ് കണ്ടു എന്നാണ് പറയുന്നത്. അത് കണ്ട് ചോദ്യം ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നടത്തുന്ന തർക്കങ്ങളും തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക വിവരമാണ് പോലീസിന് മൊഴിയായി കൂടി ഈ ബിനീഷ് നൽകിയിരിക്കുന്ന മൊഴിയിലും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അതിനു മുൻപ് തന്നെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ തർക്കമുണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഈ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇങ്ങനെ തൻ്റെ കാമുകിക്ക് ഈ സുഹൃത്തിന് മെസ്സേജ് അയച്ചതാണ്. അതും തൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് ഈ പ്രകോപനത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ എത്തുന്ന നിഗമനം. സജിത്ത്, എന്തായാലും പാലയിൽ നിന്നാണ് ഈ കൊലപാതക വാർത്ത രാവിലെ ഉണ്ടാകുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലെത്തി. കാമുകിക്ക് ഫോണിൽ സന്ദേശം അയച്ചു എന്ന കുറ്റമാണ്, ആ തർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തിയത്. മറ്റൊരു വാർത്ത, നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് ഉപ്പള സോങ്കാലിൽ 25-കാരിയെ ഭർത്ത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോടങ്കൈ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനെയാണ് മരിച്ചത്.
കിടപ്പുമുറിയുടെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട യുവതിയെ ഉടൻ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കെ വി ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, എന്താണ് ഈ സംഭവം? പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സഹിത്തെ പാർട്ടിപ്പെട്ട് നസ്ബാനിയും അതുപോലെ തന്നെ ഈ സവാദും തമ്മിൽ 2 വർഷം മുമ്പാണ് വിവാഹിതരായത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ 25-കാരിയായ ഇവരെ ഈ വീട്ടിൽ തന്നെ ജനലിൽ ഇത്തരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിൽ മഞ്ചേശ്വരം പോലീസാണ് ഇതിൽ ഒരു അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. ഇതിൽ ഒരു കടുത്ത മനോവിഷമത്തിലായിരുന്നു ഈ യുവതി എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബന്ധുക്കളെല്ലാം തന്നെ ഈ മരണത്തിലെ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഭർത്തൃ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഈ ബന്ധുക്കൾക്കുണ്ട്. അത്തരം പരാതികൾ ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ അവർ അത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ഇവർക്ക് 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഏതായാലും ഇത്തരം ഈ ഭർത്തൃ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നടന്നിട്ടുണ്ടോ എന്നൊക്കെ മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നു. നമുക്കറിയാം ഇത്തരം ഒരുപാട് കേസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഈ ഭർത്തൃ വീട്ടിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയാകുകയും സ്വർണവും മറ്റും എടുക്കുന്ന സാഹചര്യവും അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ കാസർഗോഡ് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ബന്ധുക്കളുടെ മൊഴി വരേണ്ടതുണ്ട്. ഈ യുവതിയുടെ ബന്ധുക്കളുടെ അത്തരം മൊഴികൾ ഇനി രേഖപ്പെടുത്തണമെങ്കിൽ പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ പോലീസ് അത്തരം ഘട്ടങ്ങളിലേക്ക് നടക്കൂ. പ്രാഥമികമായി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഈ യുവതി വലിയ മനോവിഷമത്തിലാണ് എന്ന ഒരു വിലയിരുത്തലാണ് അവർ പറയുന്നത്. അതിൽ ഇനി കൂടുതൽ എന്തൊക്കെ ഉണ്ടെന്നത് അന്വേഷണം മഞ്ചേശ്വരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും അവരുടെ പ്രതികരണം ഇന്ന് ഉണ്ടാകും. ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത്ര പ്രതികരണം എന്നറിയില്ല. അതിൽ വളരെ മനോവിഷമത്തിലാണ് ഇവരൊക്കെ വീട്ടുകാരൊക്കെ ഉള്ളത്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. അതിനാണ് മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സൈത, അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് ഉപ്പള സോങ്കാലിലാണ് 25-കാരിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൈജു, ഒരു കാര്യം കൂടി, 25 വയസ്സുകാരിയാണ് ഭർത്തൃ വീട്ടിൽ മരിക്കുന്നത്. നിരവധി കാരണങ്ങൾ സംശയിക്കാനുണ്ടാവും. ഭർത്തൃപീഡനം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പം പോലീസിൽ പരാതി നൽകുന്നു, അല്ലെങ്കിൽ അടുത്ത നീക്കം, അവർ എന്തെങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ ആ തരത്തിൽ ഉന്നയിക്കുന്നുണ്ടോ? സഹിത നമ്മൾ ഇവര് കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അവർപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണ്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. അത്തരത്തിൽ മകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരുടെ കുടുംബം വലിയ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ചില സംശയങ്ങളൊക്കെ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഇത് ഈ പോസ്റ്റ്മോർട്ടം നടപടികളും സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം വിശദമായി ഇത് സംബന്ധിച്ച് പ്രതികരിക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതനുസരിച്ച് ഈ ഭർത്തൃ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് ഇനി ഏതൊക്കെ തരത്തിലാണ് എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും അത് കൃത്യമായി ഈ ബന്ധുക്കളാണ് അത് സംബന്ധിച്ച പരാതി ഉന്നയിക്കേണ്ടത്. അവരുടെ പരാതി ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി പോലീസിൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് അതിലൊരു ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകൂ എന്നതുകൊണ്ട് തന്നെയാണ്. ഏതായാലും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് അത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ്. ആ ഒരു സൂചനയാണ് പോലീസ് പറയുന്നത്. യുവതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ മനോവിഷമത്തിലായിരുന്നു എന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇനി എന്തൊക്കെ വീട്ടിൽ നിന്നും എന്തൊക്കെ സംഭവങ്ങളായിട്ടുണ്ട്, ഇങ്ങനെ ഒരു മനോവിഷമത്തിന് ഇടയാക്കിയ കാരണം എന്താണ്, ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മർദ്ദനമോ അല്ലെങ്കിൽ മറ്റേ പീഡനമോ അവിടെ നിന്ന് ഏറ്റിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിലൊരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. മഞ്ചേശ്വരം പോലീസും ഇത് സംബന്ധിച്ച് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരു പരാതി നൽകുമായിരിക്കും. അങ്ങനെയാണ് കുടുംബം നമുക്ക് നൽകുന്ന ഒരു സൂചന. അവരോട് സംസാരിച്ചപ്പോൾ കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ. എന്തായാലും സഹിത
ഏറെ ദുഃഖകരമായ വാർത്ത വരുന്നത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് ഉപ്പളയിലാണ് പെൺകുട്ടി തൂങ്ങി മരിച്ചത്. 25 വയസ്സുകാരിയാണ് ഭർത്ത് വീട്ടിൽ തൂങ്ങി മരിച്ചത്. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല SITക്ക് കൈമാറിക്കഴിഞ്ഞു. AIG ജി പൂങ്കുഴലിയാണ് SITയുടെ മേൽനോട്ട ചുമതല വഹിക്കുക. ഏകീകൃത അന്വേഷണത്തിനായി ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. 15 വരെ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത്. ഇക്കാര്യം നിലപാട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും വ്യക്തമാക്കി. അതെ, ഒരു SIT ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ മാഡം പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT, അവരുടെ നേതൃത്വത്തിലാണ് ഈ 2 കേസുകൾ അന്വേഷിക്കുന്നതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് 15 വരെ നോക്കാൻ വേണ്ടി, അതിനുവേണ്ടി കാത്തിക്കുന്നതാണ്. DGP വ്യക്തമാക്കിയത് അതുതന്നെയാണ്. എന്തായാലും തൽക്കാലം രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനാവില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് നിർണായകമായ ദിവസമാണ്. തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. ഒപ്പം തന്നെ അന്ന് ഹൈക്കോടതിയും ആദ്യ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയലും അന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നതിൽ വ്യക്തതയില്ല. അടൂരെ വീട്ടിലെത്തിയിട്ടില്ല. ആദ്യം തന്നെ ചോദിക്കട്ടെ, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം? അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? അതായത് കഴിഞ്ഞ നവംബർ മാസം 27-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ടാണ് പരാതി നൽകിയത്. ആ പരാതി നൽകിയതിന് ശേഷം പാലക്കാട് നിന്ന് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി. പിന്നീട് കഴിഞ്ഞ 15 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് മടങ്ങിയതാണ്. അർദ്ധരാത്രി വരെ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെയോടെ അടൂരെത്തി എന്നുള്ള സൂചനകൾ വന്നു. അതിനുശേഷം എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇപ്പം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലില്ല, അതായത് അടൂരിലെ സ്വന്തം വീട്ടിലില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പമുള്ള സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ അടക്കം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കൃത്യമായൊരു നിരീക്ഷണ വലയത്തിൽ തന്നെ രാഹുൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം അത് എവിടെയാണെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളോടക്കം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് അന്വേഷണത്തിന് 2 സംഘങ്ങളായിരുന്നു നിലവിൽ. അതായത് ആദ്യത്തെ കേസിൻ്റെ അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. രണ്ടാമത് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ പരാതിയാണ് പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാനായി നൽകിയത്. തുടർന്ന് അവിടെ FIR രജിസ്റ്റർ ചെയ്യുന്ന ആ കേസിൻ്റെ അന്വേഷണ ചുമതലയിലായിരുന്നു AIG ജി പൂങ്കുഴലിലുണ്ടായിരുന്നത്. അതിനിടെ ഈ കേസിൻ്റെ ഒരു ഏകീകൃത അന്വേഷണം നടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലും രണ്ടാമത് വന്നിരിക്കുന്ന കേസിലും ഈ 2 കേസുകളുടെയും അന്വേഷണം കൃത്യം ഒരു കേന്ദ്രത്തിലേക്ക് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG ആയ ജി പൂങ്കുഴലിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ഇനി തുടരന്വേഷണം നടത്തുക. അങ്ങനെയാണെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു തുടർ നീക്കത്തിലേക്ക് കടക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് അന്വേഷണ സംഘത്തിൻ്റെതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ, തെളിവ് ശേഖരണങ്ങൾ അടക്കം കഴിഞ്ഞ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന്, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്വേഷണ സംഘത്തിനും അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായി. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ്റെ വാദമുഖങ്ങൾ ശക്തമാക്കാനുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘവും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അന്വേഷണ സംഘവും ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുപ്രധാനമാണ്. ഡാൻ, ഒരു കാര്യം, തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് രാഹുൽ എത്തേണ്ടത്. അന്ന് അറസ്റ്റ് പാടില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കണം. പക്ഷേ ആദ്യ കേസിൽ രാഹുൽ നൽകിയ അപ്പീൽ, മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള അപ്പീൽ അന്ന് തന്നെ ഹൈക്കോടതിയും പരിഗണിക്കുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ തൽക്കാലം മുന്നിൽ മാറി നിന്നാലും തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് പോലീസിൻ്റെ റഡാറിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ? അങ്ങനെ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം രാഹുൽ തന്നെ മാധ്യമങ്ങളോട് ചെറുതായെങ്കിലും ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രമാണ് എടുത്തു പറഞ്ഞത്. ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് പറഞ്ഞത്. അതായത് ഇനിയും അങ്ങനെ ഒരു ഒളിവിൽ പോയാൽ അത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലടക്കം ഉണ്ടാക്കാനിടയുള്ള ഒരു ബ്ലാക്ക് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം
അത് കൃത്യമായി രാഹുൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒളിവിലിരുന്നു കൊണ്ട് ഇനി ഈ അന്വേഷണത്തെ നേരിടുക എന്ന് പറയുന്നത് രാഹുലിനും വലിയ വെല്ലുവിളിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വോട്ട് ചെയ്യാനായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ, നാടകീയമായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം ആദ്യത്തെ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു. അതോടൊപ്പം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അതുകൊണ്ട് ഒരേ ദിവസം അന്വേഷണ സംഘത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരേപോലെ നിർണായകമായി മാറുന്ന സാഹചര്യമാകും 15-ാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുക. ഞാൻ ഒരു കാര്യം കൂടി, സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ തിരക്ക് കഴിഞ്ഞു. 13 നാളെ കണക്ക്, വോട്ടെടുപ്പ് റിസൾട്ട് വന്നു. അതിനുശേഷം ഇനി തിങ്കളാഴ്ചയാണ് ബാക്കി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ രാഹുൽ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനും UDF-നും ഒക്കെ മുന്നിലുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനും രാഷ്ട്രീയം ആയുധമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് എന്നൊരു കാരണം കൂടി ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് എന്ന സാങ്കേതികത തൽക്കാലം മാറി നിൽക്കുന്നതോടുകൂടി ഇത് കോൺഗ്രസിൽ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഏതു തരത്തിലാവും? രാഹുൽ വിഷയം കൈകാര്യം ചെയ്ത് പാളിപ്പോയി എന്ന ആക്ഷേപമുള്ളവരുണ്ട്, രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നിലപാടെടുക്കണമെന്നുള്ളവരുണ്ട്, അതല്ല രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന് വാദിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഫലനം? തിങ്കളാഴ്ച മുതൽ ഒരു മാറ്റമുണ്ടാകുമോ? അതായത് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാകും എന്നതിനെ ആശ്രയിച്ചാകും രാഹുൽ വിഷയത്തിലടക്കം പാർട്ടി ഇനി എടുക്കാൻ പോകുന്ന രാഷ്ട്രീയമായ നിലപാടുകൾ അത് ശക്തമായതാകുമോ അതോ നിലവിലുള്ള നടപടികൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. സാങ്കേതികമായി പാർട്ടിക്ക് പുറത്താണ് രാഹുൽ എന്ന് പറയുമ്പോഴും MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തെ തുടരുകയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കർശനമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ കഴിയും MLA സ്ഥാനത്ത് ഇനി തുടരേണ്ടതില്ല എന്ന്. പക്ഷേ അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. അത് ചില നേതാക്കളെങ്കിലും രഹസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്ന പിന്തുണ കൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇന്നലെ അടക്കം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് തനിക്ക് ലഭിച്ചതെന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, അതിൽ VD സതീശനും സണ്ണി ജോസഫും സ്വീകരിച്ച 2 വ്യത്യസ്ത നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അതൊക്കെ പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലൊരു നേട്ടമാണ് UDF-ന് ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശന് കൃത്യമായി ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. രാഹുൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടടക്കം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു, അതിൻ്റെ കൂടി പ്രതിഫലനം ഉണ്ടായെന്നുള്ള വിലയിരുത്തൽ VD സതീശൻ ക്യാമ്പിൽ നിന്നുണ്ടാകും. അതേസമയം ഏതെങ്കിലും വിധത്തിൽ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശനാകും. അതോടൊപ്പം രാഹുൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു ആദ്യഘട്ടത്തിൽ. ഒരുപക്ഷെ നാളത്തെ ഈ വിധി ദിനത്തിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് അത് കോൺഗ്രസിന് എത്ര സീറ്റുകൾ സംസ്ഥാന വ്യാപകമായി എത്ര അധികം സീറ്റുകൾ നേടാൻ, എത്ര ജില്ലാ പഞ്ചായത്തുകൾ നേടാൻ കഴിയും, എത്ര കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കാൻ കഴിയും, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യമായി മാറും. അവിടെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായി രാഹുൽ വിഷയത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, രാഷ്ട്രീയമുണ്ട്, നിയമപരമായ മറ്റ് നീക്കങ്ങളുണ്ട്. തിങ്കളാഴ്ച മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു വരികയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്ന രാഹുൽ മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് രാഹുൽ ഉത്തരം പറയേണ്ടി വരും. എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞതെന്ന പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ചോദ്യമൊക്കെ അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നു. അവർക്ക് മുന്നിലേക്ക് രാഹുൽ എത്തുകയാണ്. ഒപ്പം രാഷ്ട്രീയം പ്രധാനമാണ്. നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതെങ്ങനെ സ്വാധീനിക്കും രാഹുൽ വിഷയത്തെ എന്നതും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അവരുടെ നിലപാടുകൾ കടുപ്പിക്കുമോ അതല്ലെങ്കിൽ അല്പം അയയുമോ? ഏത് നേതാവിൻ്റെ നിലപാടാണ് ശരിയാവുക, തെറ്റാവുക? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. കാത്തിരിക്കണം. തിങ്കളാഴ്ച വരെ നമുക്കറിയാം രാഹുൽ വിവാദത്തിൻ്റെ തുടർച്ച. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്കെത്തി ഡോക്ടർ. NHM ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിൻ്റെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. ആ ഡോക്ടർ തന്നെ രക്തപരിശോധന വേണ്ടി വന്നു മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ച്. എന്താണ് അവിടെ സംഭവിച്ചത്? അതാണ് സംഭവം. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം.
ഈ പറയുന്ന തെക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ് ഈ പറയുന്ന വിളറട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇവിടെയുള്ള ഡോക്ടറായിരുന്ന ഡോക്ടർ ജിത്തു, അദ്ദേഹം NHM ഡോക്ടറാണ്. ഇദ്ദേഹമായിരുന്നു മദ്യപിച്ച് എത്തിയിരുന്നത്. തുടർന്ന് അവിടെ ചികിത്സയ്ക്കെത്തിയ രോഗികളായിരുന്നു ഇതൊരു ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് ഈ വിവരം നാട്ടുകാരെയും ഒപ്പം മേലധികാരികളെയും അറിയിക്കുന്നത്. തുടർന്ന് വെള്ളട പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ഇയാളെ രാത്രി തന്നെ പാറശാല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പോലീസ് പറയുന്ന ഭാഗം ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക നിലയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും രക്തപരിശോധന, അതിന് രാസപരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അതിലേക്ക് വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് ഈ പറയുന്ന ബന്ധുക്കൾ, സ്ത്രീയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയ ഒരു പശ്ചാത്തലവും ഈ ഡോക്ടർക്കെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും ജിത്തു എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരുന്നത്. യെസ്, ഡോക്ടർക്കെതിരെയാണ് വലിയ ആക്ഷേപം ഉണ്ടാവുന്നത്. ആ ഡോക്ടറെ തന്നെ ഒടുവിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു എന്നതാണ് സാഹചര്യം. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ മദ്യപിച്ചെത്തപ്പോൾ നാട്ടുകാർക്ക് തന്നെ ഇടപെടേണ്ടി വരുന്നു. പോലീസിനെ വിളിക്കുന്നു. ഒടുവിൽ മറ്റൊരു ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന, രക്തപരിശോധന നടത്തുമ്പോൾ മദ്യപിച്ചെന്നു തെളിയുന്നു എന്നതാണ് സാഹചര്യം. അരുൺ, ഒരു കാര്യം കൂടി, ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർക്കെതിരായ നടപടികൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ? തീർച്ചയായും ഈ പറയുന്ന സമയം മുതൽ തന്നെ അന്ന് ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാർ ഇവിടെ രംഗത്തെത്തുകയും മേലധികാരി ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയുന്നത് ഡോക്ടർക്കെതിരെ അന്വേഷണ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പിരിച്ചുവിടൽ പോലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ പങ്കുവയ്ക്കാൻ കഴിയൂ. എന്തായാലും ഉന്നത തലത്തിൽ ഒരു നടപടിക്ക് സാധ്യതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാം. യെസ്, വെള്ളറടയിലാണ് ഒരു ഡോക്ടറുടെ നീക്കമുണ്ടാകുന്നത്. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ NHM ഡോക്ടർ ദീപുവിനെതിരെയാണ് നടപടി. ആരോഗ്യവകുപ്പിന്റെ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ജൂനിയർ ഡോക്ടർ തന്നെയാണ് ഈ നീക്കം നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.